നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യട്ടോ. നിങ്ങൾ ഒരു വയ്യാരിക്കിലൂടെ ഇങ്ങനെ നടന്നു പോകണം. ആ സ്ഥാനത്ത് തൊട്ടരികെ തന്നെ ഏകദേശം 100ഓളം പശുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരേ കളറുള്ള പശുവാണ്. അപ്പോ നിങ്ങൾ ആ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന് സ്വഭാവമായിട്ട് കാണൂല. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പശുവിനെ നിങ്ങൾ റിമൈൻഡ് ചെയ്യോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. സോ ആ ഒരു സ്ഥാനത്ത് അതിന്റെ ഇടയിൽ ഒരു പർപ്പിൾ കളറുള്ള ഒരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആ ഒരു പശുവിനെ നിങ്ങളുടെ മൈൻഡിൽ വരും എന്നുള്ളതാണ്. സോ ഇതാണ് പർപ്പിൾ കോ തിയറി എന്നുള്ളത്. ഇത് എങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നമുക്ക് എന്തായാലും നമ്മളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. ആ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന അതേ മെത്തേഡ്സും രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമുക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടാവില്ല. ആളുകളുടെ ശ്രദ്ധ വല്ലാണ്ട് നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റൂല. സോ ആ ഒരു സ്ഥാനത്ത് നമ്മൾ മാക്സിമം യൂണീക്നെസ് കൊണ്ടുവരാ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പാക്കേജിംഗിലായിക്കോട്ടെ, അതിൽ മാക്സിമം യൂണീക്നെസ് നമുക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതികളിൽ മാക്സിമം യൂണീക്നെസ് കൊണ്ടുവരാം. അതല്ലെങ്കിൽ സർവീസിൽ മാക്സിമം യൂണീക്നെസ് കൊണ്ടുവരാം. ഇത്തരത്തിൽ പല രീതിയിലും നമുക്ക് യൂണീക്നെസ് നമ്മളോട് ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര തന്നെ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആളുകൾ, കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് അട്രാക്ട് ആയി വരും എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ക്വാളിറ്റി കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ഫോളോ. താങ്ക് യു സോ മച്ച്. ബൈ.